നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ട്രാക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നൊരു IPOയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രാക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനി ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അവരുടെ പ്രവൃത്തി മേഖലയിൽ, അതായത് മാർക്കറ്റ് ഇൻ്റലിജൻസ് പ്രൊവൈഡർ എന്നുള്ള മേഖലയിൽ ലോകത്തിലെ തന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ട്രാക്സൺ ടെക്നോളജീസ്. ഈ കമ്പനിയുടെ ഇഷ്യൂ 10-ാം തീയതി, ഒക്ടോബർ 10-ാം തീയതി ഓപ്പൺ ആവും, 12-ാം തീയതി ക്ലോസ് ചെയ്യും. അതിനിടയിൽ വേണം സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ്. ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള ഓഹരികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇഷ്യൂവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റുകൾ ഇടണം, ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ട്രാക്സൻ്റെ ഈ ഇഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവർ പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിലാണ്. അതായത് കമ്പനിയിലേക്ക് ഒരു പൈസ പോലും ലഭിക്കുന്നില്ല. ഇപ്പോൾ വിറ്റഴിക്കുന്നത് എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിൻ്റെയും കൈവശമുള്ള ഓഹരികളാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ തുടക്കത്തിൽ ഈ കമ്പനിക്ക് ഫണ്ട് നൽകി കമ്പനി ഈ ലെവൽ വരെ വളർത്തിയ പല വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകളും കമ്പനി ഇപ്പോൾ ഒരു നല്ല ലെവലിലേക്ക് എത്തി എന്ന് തോന്നിയപ്പോൾ അവർ ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവരുടെ കൈവശമുള്ള കുറച്ച് ഓഹരികൾ വിറ്റഴിച്ച് ലാഭമെടുക്കുന്നു എന്ന്. അത് പതിവ് കാഴ്ചയാണ്, സാധാരണ നിലയിൽ നമുക്ക് കാണാറുള്ളതാണ് ഓഫർ ഫോർ സെയിൽ എന്നുള്ള ഒരു വിഭാഗത്തിലുള്ള വിൽപ്പന. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അത്തരത്തിലുള്ള ഓഹരി വിൽപ്പന മാത്രമേ ഉള്ളൂ. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെയില്ല. ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ടിൻ്റെ ഫൗണ്ടേഴ്സായിട്ടുള്ള ബിന്നി ബൻസാലും സച്ചിൻ ബൻസാലും ഇതിൽ നല്ലപോലെ ഫണ്ട് മുടക്കിയിരുന്നവരാണ്. അവർ പൂർണ്ണമായിട്ട് എക്സിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ കമ്പനിയിൽ നിന്ന്. അതുപോലെ തന്നെയാണ് അറിയപ്പെടുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടായിട്ടുള്ള സെക്വയ ക്യാപിറ്റലും അക്സൽ ഇന്ത്യയും. അവരും അവരുടെ കൈവശമുള്ള ഓഹരികൾ വിറ്റഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സായിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അഭിഷേക് ഗോയലും നേഹ സിംഗും. അവരും അവരുടെ കൈവശമുള്ള നല്ലൊരു ഭാഗം ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട് ഈ അവസരം മുതലെടുത്തുകൊണ്ട്. അപ്പോൾ സെക്വയ ക്യാപിറ്റലും SCI ഇൻവെസ്റ്റ്മെൻറ്റ് 5 എന്ന് പറയുന്ന ആ ഫണ്ടും കൂടാതെ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ആയിട്ടുള്ള എലവേഷൻ ക്യാപിറ്റലും അവരുടെ കൈവശമുള്ള 50% ഓഹരികൾ വിറ്റഴിക്കുന്നുണ്ട്. പിന്നെ മനോജ് കുമാർ ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റർ അപ്പോലെറ്റോ ഏഷ്യ ലിമിറ്റഡ് എന്നും മിലിവേസ് ഫണ്ട് LCC എന്ന് പറയുന്നതായിട്ടുള്ള വിദേശ ഇക്വിറ്റി ഫണ്ടുകളും ഇതിൽ നിന്ന് ഒഴിവാകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിക്ഷേപകർ ഈ അവസരത്തിൽ അവർ വിറ്റഴിക്കുന്ന ഓഹരികൾ നമ്മളുടെ കൈകളിലേക്കാണ് വരുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്കാണ് വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ പകരം ഓഹരി ഉടമകളാവുക. അപ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓഹരികൾ വാങ്ങണോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കമ്പനിയുടെ കോഫൗണ്ടേഴ്സാണ് ഈ കാണുന്ന അഭിഷേക് ഗോയലും നേഹ സിംഗും. അവരുടെ കൈവശം 24% വീതം, രണ്ടുപേരുടെ കൈകളിലും 24% വീതം ഓഹരികളാണ് ഈ ഇഷ്യൂവിന് മുമ്പ് ഉള്ളത്. അതിൽ ഓരോരുത്തരും, ഇവർ രണ്ടുപേരും 76 ലക്ഷത്തിൽ പരം ഓഹരികളാണ് ഇപ്പോൾ വിറ്റഴിക്കുന്നത്. പക്ഷേ ഇപ്പോഴും കമ്പനിയിൽ രത്തൻ ടാറ്റയെ പോലുള്ള ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്ന് കാണുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രത്തൻ ടാറ്റ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ NRJ ഫാമിലി ട്രസ്റ്റ്, നീരജ് അറോറ തുടങ്ങിയവരുടെ ഫണ്ടും ഈ കമ്പനിയിൽ നിക്ഷേപമായിട്ട് വന്നിട്ടുണ്ട്. പ്രവർത്തന മേഖലയിൽ ലോകത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ കമ്പനി വിവിധങ്ങളായിട്ടുള്ള 50ഓളം രാജ്യങ്ങളിൽ 855ഓളം കസ്റ്റമർ അക്കൗണ്ടുകളിലായിട്ട് അവരുടെ പ്ലാറ്റ്ഫോം 2358 യൂസേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഫോർച്യൂൺ 500ൽ പെടുന്ന കമ്പനികളാണ് ഇതിൽ പല കസ്റ്റമേഴ്സും. മാത്രമല്ല അവരുടെ അഫിലിയേറ്റ്സ് ആയിട്ടുള്ള യൂണിലിവർ പോലെയുള്ള കമ്പനികളും ഇവരുടെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ ബുക്ക് റണ്ണിങ് ലീഡ് മാനേജർ IIFL സെക്യൂരിറ്റീസ് ആണെന്നും ഇതിൻ്റെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നും മനസ്സിലാക്കിയിരിക്കുക.
ഇനി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകളൊന്ന് പരിശോധിക്കാം. അത് 2022 വരെയുള്ള കണക്കുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ റെഡ് കളറിൽ കാണുന്നത് മൈനസ് ആണ്. അതായത് നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ 2020 മുതൽ ഇങ്ങോട്ട് ലോസിലാണ് കമ്പനി പോകുന്നത്. മാർജിൻ പെർസെൻറ്റേജും ഈ കാണുന്നത് ലോസിൻ്റെ കണക്കുകളാണ്. അപ്പോൾ ഇത് അത്ര അട്രാക്റ്റീവ് അല്ല. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകളൊന്നും തന്നെ മികച്ചതല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ട്രാക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൻ്റെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് ഒക്ടോബർ 10-ാം തീയതിയാണ്. 12-ാം തീയതി വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 75 രൂപ മുതൽ 80 രൂപ വരെയാണ്. ഇതിൽ 80 ആണ് ഇപ്പോൾ അപ്പർ ബാൻഡ് എന്ന് പറയുന്നത്. ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇത് മുഴുവനായിട്ടും ഓഫർ ഫോർ സെയിലാണ്. 3.86 crores ഓഫ് ഓഹരികളാണ് അവർ ഓഫ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓഫർ ഫോർ സെയിലായിട്ട് വെച്ചിരിക്കുന്നത്. അതായത് 309.38 കോടി രൂപ വരും ഈ റേറ്റ് വെച്ചിട്ട് നോക്കുമ്പോൾ. അതായത് ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, 309.38. ഫ്രഷ് ഇഷ്യൂ ഒന്നും തന്നെ ഇല്ലല്ലോ. മിനിമം ഒരു റീറ്റെയിലർ അപ്ലൈ ചെയ്യേണ്ടത് 185 ഷെയർസ് ആണ്. ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 185 ഷെയർസ്. അത് വരുമ്പോൾ 14,800 രൂപ വരും ഒരു ലോട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഫേസ് വാല്യൂ 1 രൂപയാണ്. 1 രൂപയുടെ ഓഹരിക്കാണ് ഈ 80 രൂപ അവർ വിലയിട്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം. റീറ്റെയിൽ അലോക്കേഷൻ 10% ഉള്ളൂ റീറ്റെയിലേഴ്സിന്. അതായത് ലോസിൽ പോകുന്ന കമ്പനിയാണ്. അതുകൊണ്ട് സെബി 35% ഇതിൽ അനുവദിച്ചിട്ടില്ല. 10% മാത്രമേ റീറ്റെയിലേഴ്സിന് അനുവദിച്ചിട്ടുള്ളൂ. BSEയിലും NSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ലോസിൽ പോകുന്ന ഒരു കമ്പനിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനി ഈ 75-80 എന്നുള്ള പ്രൈസ് ബാൻഡിൽ ഇപ്പോൾ ലിസ്റ്റിങ്ങിന് വരുന്നു. അതിലെ പ്രൊമോട്ടേഴ്സിൽ തന്നെ നല്ലൊരു ശതമാനം പേര് ഓഫ്ലോഡ് ചെയ്യുന്നുണ്ട്. അറിയപ്പെടുന്ന വെഞ്ചർ ക്യാപിറ്റലുകൾ ഇതിൽ നിന്ന് ഒഴിവാകുന്നു. ഇങ്ങനെയൊക്കെ കാണുന്ന സ്ഥിതിക്ക് നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വില താഴാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ താല്പര്യമുള്ള നിക്ഷേപകരുണ്ടെങ്കിൽ, ഈ മേഖലയിലുള്ള കമ്പനികളിൽ താല്പര്യമുള്ള നിക്ഷേപകർ ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ ഇതിലും താഴ്ന്ന വിലയ്ക്ക് അവർക്ക് ലഭിച്ചേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ട്രാക്സൺ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ കാണുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.